ജാമിയ മിലിയ ഇസ്ലാമിയയുടെ കേന്ദ്ര സർവകലാശാല പ്രവേശന പരീക്ഷയ്ക്കുള്ള കേന്ദ്രങ്ങളിൽ നിന്നും തിരുവനന്തപുരത്തെ ഒഴിവാക്കിയെന്ന വാർത്തയിലേക്കാണ് പോകേണ്ടത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏക കേന്ദ്രമായിരുന്നു തിരുവനന്തപുരം സെന്റർ. നടപടിക്കെതിരെ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP ജാമിയ വൈസ് ചാൻസലർക്ക് കത്തയച്ചിരിക്കുകയാണ്. കേന്ദ്ര സർവകലാശാലയായ ജാമിയ മിലിയ ഇസ്ലാമിയയിൽ പ്രവേശനം നേടുന്നതിനായി കഴിഞ്ഞ വർഷം 2000-ലധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ കേന്ദ്രമാണ് തിരുവനന്തപുരം. എന്നാൽ ഇത്തവണ പ്രവേശനത്തിനായുള്ള പ്രോസ്പെക്ടസ് പുറത്തിറക്കിയപ്പോൾ പരീക്ഷാ കേന്ദ്രമായി തിരുവനന്തപുരം ഇല്ല. ദക്ഷിണേന്ത്യയിൽ ഒരു കേന്ദ്രം പോലും അനുവദിച്ചിട്ടില്ല. ഡൽഹിയും ഗുവാഹത്തിയും അടക്കം 8 കേന്ദ്രങ്ങൾ മാത്രമാണ് പട്ടികയിലുള്ളത്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഭോപ്പാലാണ് ഏറ്റവും അടുത്ത പരീക്ഷാ കേന്ദ്രം. വിഷയത്തിൽ ഹാരിസ് ബീരാൻ MP സർവകലാശാല വൈസ് ചാൻസലർക്ക് കത്തയച്ചു. ജാമിയ എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇന്ത്യയിലുടനീളമുള്ള കുട്ടികൾക്ക്, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർക്കെല്ലാം അവിടെ എത്തിപ്പെടേണ്ട ഒരു ആവശ്യകത നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യകത ഉള്ള സമയത്ത് കൂടുതൽ സെൻറ്ററുകൾ കൊടുക്കുന്നതിന് പകരം ഉള്ള സെൻറ്റർ തന്നെ എടുത്തു മാറ്റുക എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെയധികം പ്രതിഷേധാർഹമാണ്. മാത്രമല്ല പിന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വലിയ രീതിയിലുള്ള ദ്രോഹമാണ് ചെയ്യുന്നത്. തിങ്കളാഴ്ച നടത്തുന്ന കൂടിക്കാഴ്ചയിൽ VC-യുടെ ഭാഗത്തു നിന്നും അനുകൂല മറുപടി ലഭിച്ചില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്നും ഹാരിസ് ബീരാൻ MP. നടപടിക്കെതിരെ പ്രതികരണവുമായി ശശി തരൂർ MPയും രംഗത്ത് വന്നു. പ്രവേശന കേന്ദ്രത്തിൽ നിന്നും തിരുവനന്തപുരത്തെ ഒഴിവാക്കിയതിനു പുറമെ കോമൺ എൻട്രൻസിൽ നിന്നും മലയാളി വിദ്യാർത്ഥികൾ കൂടുതലായി തെരഞ്ഞെടുക്കാറുള്ള BA എക്കണോമിക്സ്, BSc ഫിസിക്സ്, BSc കെമിസ്ട്രി തുടങ്ങിയ കോഴ്സുകളെയും ഒഴിവാക്കിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യൻ വിദ്യാർത്ഥികൾ കൂടുതലായി പ്രവേശനം നേടുന്നത് തടയാൻ ലക്ഷ്യം വെച്ച് ബോധപൂർവമുള്ള നീക്കങ്ങളാണ് ഇതെന്ന വിമർശനം ഉയർന്നിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി.